body. Amen. വന്ന് നിന്നെ തന്നെ ശരീരത്തിന് പൂർണ്ണമായി സമർപ്പിക്കാം. Let you have some roots deep down. നിങ്ങൾക്ക് ആഴത്തിലേക്ക് ചില വേരുകൾ ഓടേണ്ടതായി. Many people don't want to have roots. അനേക ആൾക്കാർക്കും ഈ വേരുകൾ ആവശ്യമില്ല. വേരുണ്ടെങ്കിൽ പറിക്കാൻ പ്രയാസം. They can't run away. But we always tell that if the Lord has led you, then please come. ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കുന്നെങ്കിൽ ദയവായിട്ട് വരണം. Otherwise what will happen? അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? If he feels little difficult, അല്പം വിഷമം തോന്നുന്ന സമയത്ത് അദ്ദേഹം, or if he rubs with somebody wrongly, ആരോടെങ്കിലും ഒന്ന് സ്പർശിച്ച് ഉരച്ചു പോയാ, then he will go home and sit there with self-pity as his babysitter. Babysitter of the devil, yeah, for no payment, yeah. It's very difficult, all right. So we see that there are many people who get offended, and the pastor will have to make 10 times visits to him. Brother. ചില ആൾക്കാരുണ്ട് പെട്ടെന്ന് ഇടറി പോകുന്നവര്. പാസ്റ്റർ 100 പ്രാവശ്യം പോയാലും ശരിയാകാത്തവരായിട്ടുള്ളൂ. So beloved brothers and sisters, പ്രിയമുള്ള സഹോദര സഹോദരി, there is only one reason, or there are only two reasons to tell you why a man should leave one local church and go to another local church. രണ്ട് കാരണങ്ങളാലാണ് ഒരു വ്യക്തി ഒരു പ്രാദേശിക സഭയെ വിട്ട് ഒരു സഭ വിട്ടിട്ട്, ഇന്ന് സഭയെന്ന് പറയാൻ പറ്റില്ല, സംഘടനകളെ വിട്ടിട്ട് കർത്താവിന്റെ സഭയിലേക്ക് വരുവാണ്. What are these two reasons? അതിന്റെ യഥാർത്ഥ രണ്ട് കാരണങ്ങൾ. Number one, ഒന്നാമത് for spiritual reason. ആത്മീയ കാരണം. Why? Now I was in a brethren assembly. ഞാനൊരു ബ്രദറിനും കൂട്ടായ്മയിലായിരുന്നു. Now the Lord convicted me about the Holy Spirit baptism. എന്നോട് ദൈവം ആത്മാഭിഷേകത്തെ കുറിച്ച്, The Lord baptized me in the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം എന്നെ നിറച്ചു. And so when I was baptized in the Holy Spirit, ഞാൻ ആത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ I desired to go to a place where the baptism of the Holy Spirit is taught and practiced. ആത്മാഭിഷേകത്തെ കുറിച്ച് പഠിപ്പിക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ ഞാൻ തീരുമാനമെടുത്തു. A people who walk in the realities of this truth. ഈ സത്യങ്ങളുടെ യാഥാർത്ഥ്യം നടക്കുന്ന ഒരു ജനത്തെ കണ്ടെത്തി അവരോട് നടക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. Therefore I left that brethren assembly. I went to a house of God where the truth is taught and practiced. അതുകൊണ്ട് ആ ബ്രദറിന്റെ അസംബ്ലി വിട്ടിട്ട് ഞാൻ ഈ സത്യങ്ങൾ പഠിപ്പിച്ചതായുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. That means the Lord is leading me. Yes. അതിന്റെ കാരണം എന്നെ ദൈവമാണ് നയിക്കുന്നത്. The Lord is leading me. Yeah. ദൈവമാണ് എന്നെ നയിക്കുന്നത്. The Lord led me from that assembly to go to an assembly where I can be established in the truth of God's word. അത് ദൈവമാണ് ആ കൂട്ടായ്മയിൽ അസംബ്ലി തന്നെ വിട്ട് ദൈവത്തിന്റെ ആ സത്യപ്രകാരം സ്ഥാപിക്കപ്പെടുവാനായിട്ടുള്ള ഒരിടത്തിലേക്ക് എന്നെ കൊണ്ടുപോയത്. Second reason, രണ്ടാമത്തെ കാരണം, why a man would leave a church and go to another place. എന്തുകൊണ്ട് ഒരു വ്യക്തിയുടെ സഭ വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് The ചോദിച്ചാൽ, second reason is രണ്ടാമത്തെ കാരണം that I am transferred from one place to the other. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറി. Geographically, I am transferred from Bangalore to one place called Kundigram. In Assam. ബാംഗ്ലൂരിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ആസാമിലുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിയാണ്. Now there is no church. I can't come on Sunday to Bangalore to attend worship. ഞായറാഴ്ച ബാംഗ്ലൂർ വന്ന് എനിക്ക് ആരാധന പങ്കെടുക്കാൻ പറ്റും. For that reason, അതുകൊണ്ട് ആ കാരണം കൊണ്ട് I may pray to the Lord and go and give myself to a local assembly there. Amen. എന്നെ ഞാൻ പ്രാർത്ഥിച്ച് അവിടെയുള്ള ഒരു ലോക്കൽ സഭയിലേക്ക് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. These are the two reasons why a man can leave one local church. ഇതാണ് രണ്ട് കാരണങ്ങൾ ഒരു പ്രാദേശിക സഭയിൽ ഒരു വ്യക്തി വിടാനുള്ള കാരണങ്ങളായിരിക്കും. But if you have fought with somebody or you have difficulties with somebody and then leave, that is not the true and the right leaving of God. ആരോടെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടോ എന്തെങ്കിലും അനിഷ്ടം തോന്നിയിട്ടോ വിടുകയാണെങ്കിൽ അതൊരിക്കലും യഥാർത്ഥമായ ഒരു വേർപാടല്ല. അങ്ങനെയല്ല നമ്മളെ സഭ വിട്ടു പോകേണ്ടത്. That clear to us? ഇതിനകത്ത് വ്യക്തമായിട്ടുണ്ടോ? So we have to be very careful. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കുന്നതായി. If somebody comes in, നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ we have to find out why, what happened, brother. എന്താ സംഭവിച്ചു, അല്ലെങ്കിൽ എന്താ സഹോദരി സംഭവിച്ചു. If that man says, ഈ മനുഷ്യൻ പറയാണ്, brother, I really love to grow in the Lord. സഹോദര, എനിക്ക് യഥാർത്ഥമായി കർത്താവിൽ വളരാൻ ആഗ്രഹമുണ്ട്. Lord has really shown me to come to this place. ഈ സ്ഥലത്തേക്ക് വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ദൈവനോട് സംസാരിച്ചിരിക്കുകയാണ്. Well, he is welcome. ആ വ്യക്തിയെ നമ്മൾ തീർച്ചയായും കാരണം because the Lord, the head, is bringing him, and he has to be obedient to be in the very place where the head will place him. Amen. തലയായ ദൈവം ആ വ്യക്തിയെ നയിച്ചിലേക്ക് കൊണ്ടുവരികയാണ്. ആ വ്യക്തി വരുന്ന വ്യക്തി തലയായവൻ എവിടെ ആ വ്യക്തി ആക്കുന്നു അവിടെയായിരുന്ന അതിൽ സംതൃപ്തരായിരിക്കാനായിട്ട് സാധിക്കും. I can tell you with all my heart, there are brethren who have come to the assembly who have been leaders in other assemblies. ഞാൻ പറയട്ടെ, മറ്റ് കൂട്ടായ്മകളിൽ നേതൃത്വത്തിൽ ഇരുന്ന ആൾക്കാർ പോലും ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വന്നിട്ടുണ്ട്. But today they are just sitting down and listening to God's word. എന്നാൽ ഇന്ന് അവർ ശാന്തമായി വന്നിരുന്ന ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Praise the Lord. Amen. Now we need to learn this.
ഈ കാര്യം നമ്മൾ പഠിക്കുന്നതായിട്ടുണ്ട്. Yeah, there is a time that God will anoint you, God will raise you up, God will send you forth. Amen. Yeah. ഒരു സമയം വരും, ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്ത് ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിച്ച് അയക്കുന്ന ഒരു സമയം വരും But ശുശ്രൂഷിക്കുന്നത്. until then, humble thyself under the mighty hand of the Lord. അതുവരെ കർത്താവിന്റെ ബലമുള്ള കരത്തിന്റെ കീഴെ താണിരിക്കുക. Somebody will say, I got BD. It's all right. Sit down and listen. ഒരാൾക്ക് ബീഡി ഉണ്ടെന്ന് പറയണം, സൂക്ഷിക്കണം. Tell him, brother, it doesn't matter whether you have BD or MD. Sit down and listen. Yeah. ബീഡി ആയാലും ശരി, എം ഡി ആയാലും ശരി, ശാന്തമായിട്ട് ഇത് ശ്രദ്ധിക്കാൻ പറയണം. Come and sit down and listen and understand what the Lord is saying here in the body. Yeah. വന്നത് ശ്രദ്ധിക്കുക മാത്രമേ വേഗാവൂ. എന്താണ് ദൈവത്തിന്റെ ആത്മാവ് Beloved സംബന്ധിച്ച്? brothers and sisters, we need to know that the Lord will place us according to His own pleasure in the body of Christ. കർത്താവിന്റെ സഭയായുള്ള ശരീരത്തിൽ അവന്റെ താല്പര്യപ്രകാരം അവന്റെ ഇഷ്ടപ്രകാരം വിശ്വാസികൾ അതാത് സ്ഥലങ്ങളിൽ ആക്കി. And so we need to realize this one thing, that we cannot tell the head, look Lord, you see, look at my qualifications. You know, look at all that I can do in the natural. Now, why don't you think of placing me somewhere, where I can be seen by you? അതുകൊണ്ട് നമുക്ക് കർത്താവ് എടുത്ത് പോയി, കർത്താവെ എന്റെ വിദ്യാഭ്യാസം നോക്ക്, എന്റെ കഴിവുകൾ നോക്ക്, അതുകൊണ്ട് എന്തുകൊണ്ട് നീക്ക് എന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൂടാ, അല്ലെങ്കിൽ അല്പം കൂടെ മെച്ചമായ ഒരു അനുഭവം, ഒരു പദവി എനിക്ക് തന്നുകൂടാ, We cannot tell that to the Lord. ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല. Amen? We need to know, primarily, we all are called to be members joined together with one another and with the head, the Lord Jesus Christ. ഏറ്റവും അതിപ്രാധാന്യമുള്ളതായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അന്യോന്യം ബന്ധമുള്ളവരായി ശരീരമായി തലയുമായി ബന്ധത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. Now let me give you one example. ഒരു ഉദാഹരണം പറയട്ടെ. You know, in the local churches, when we look at the New Testament, പുതിയ നിയമ പ്രാദേശിക സഭകളെ നമ്മൾ നോക്കുമ്പോൾ we never see one man show. ഈ ഏക മനുഷ്യന്റെ പ്രകടനം അവിടെ കാണാൻ പറ്റുകയില്ല. We never see one man show. ഒരിക്കലും ഏക മനുഷ്യന്റെ പ്രകടനം കാണാൻ It is പറ്റില്ല. always plurality. ബഹുത്വ ശുശ്രൂഷയാണ് കാണുന്നത്. It is always called elders in the local church. പ്രാദേശിക സഭയിൽ മൂപ്പന്മാരാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് എങ്ങനെയാണെന്ന് അറിയുമോ? ഒരു പാസ്റ്റർ, പിന്നെ 3-4 മൂപ്പന്മാർ, കമ്മിറ്റി, then the deacon, executive committee, church secretary, treasurer. But we never see that in the New Testament. അങ്ങനെയുള്ള വ്യവസ്ഥ പുതിയ നിയമസഭയിൽ കാണുന്നതില്ല. In the New Testament, we see elders and deacons. പുതിയ നിയമസഭയിൽ മൂപ്പന്മാരും Yeah. ശുശ്രൂഷകരും. Now, I'm not going into details, but I'm just giving you some idea so that you would know a little bit about it. And God permitting, God willing, we will study it in depth next time when we come. Okay? ഇതിന്റെ ആഴമായ പഠനത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഒരു ചെറിയ ഇത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത പ്രാവശ്യം പഠിക്കാം. God's order in the local family and the local church is the same. Praise God. ഒരു കുടുംബത്തിലും ഒരു പ്രാദേശിക സഭയിലുള്ള ദൈവത്തിന്റെ ഓർഡർ അല്ലെങ്കിൽ ക്രമം എന്ന് പറയുന്നത് ശരിയാ, അല്ലെങ്കിൽ ഒന്നാണ്. Local church, local family. Okay? പ്രാദേശിക സഭ, ഒരു കുടുംബം. And what do we have in the family? The Bible says Christ is the head of every man. Okay? Yes? ഏത് പുരുഷന്റെയും തല ക്രിസ്തു. So Christ is the head. Okay? Christ is the head of man. So man comes here. Okay? Man. And then says man is the head of every woman. Woman. Amen? Praise God. Some places it's different, all right? As one man said, one boy said, everyone is afraid of my father and my father is afraid of my mother. All right. And then we see the children, okay? Children. Now this is the order in the family. Is that all right? Yes. Okay. Is it scriptural? Yes, it is scriptural. Now we see the same order in the local church. Christ, ഇതേ ക്രമം തന്നെ നിങ്ങൾ പ്രാദേശിക സഭയിൽ കാണാൻ സാധിക്കും. Christ the head, ക്രിസ്തു തല, മൂപ്പന്മാർ, ശുശ്രൂഷകർ അല്ലെങ്കിൽ ശുശ്രൂഷ ഉദ്ദേശിക്കുന്ന ഡീക്കൻസ്, അല്ലെങ്കിൽ സ്തെഫാനോസ് ഒക്കെ ചെയ്തതുപോലെയുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ വിളിക്കപ്പെട്ടു. or and then the saints of God. അതിനുശേഷം കർത്താവിന്റെ വിശുദ്ധന്മാർ. Now this is the order, all right? ഇതാണ് വ്യവസ്ഥ. Now we can see that man is what? The father, right? നമുക്കറിയാം മനുഷ്യൻ അല്ലെങ്കിൽ കുടുംബത്തിൽ പുരുഷൻ എന്ന് പറയുന്നത് ഒരു പിതാവാണ്. Now there's a father here too. ഇവിടെ ഒരു ഫാദർ, ഒരു പിതാവുണ്ട്. Yeah, and then you see that the woman is the mother. ഇവിടെ സ്ത്രീ അമ്മയാണ്. And so are these brothers in leadership in the local church.
അതുപോലെയാണ് പ്രാദേശിക സഭയിൽ നേതൃത്വത്തിലിരിക്കുന്നതായ ആൾക്കാർ. And together we call them what? Parents, right? ഇവരെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നതാണ് Father and mother are called parents. So this is the beautiful order we can see in the local church. പ്രാദേശിക സഭയിൽ നമുക്ക് കാണാവുന്ന മനോഹരമായ ഒരു വ്യവസ്ഥ ഇതാണ്. So we see that in the local church we have the elders. ഇവിടെ പ്രാദേശിക സഭയിൽ മൂപ്പന്മാരെ കാണാൻ പറ്റും. Now why I have put it like this? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എത്തിക്കുന്നത് The ചോദിച്ചാൽ, local church will have the leaders or the elders, but yet elders is a plurality and plurality is not equality. Yeah. Plurality is not equality. ബഹുത്വം എന്ന് പറയുന്നത് Samatvam. സമത്വമല്ല. Because though there will be 4 or 5 elders in a local church, there will be one brother who has got a kind of anointing which outstands than the other brothers in leadership. Yeah. മൂന്നാല് മൂപ്പന്മാരുണ്ടെങ്കിൽ കൂടെയും Yeah. ഒരു സഹോദരന് അല്ലെങ്കിൽ ഒരു മൂപ്പൻ ഉണ്ടായിരിക്കും. അദ്ദേഹം ഒരു മൂപ്പന്, he may have anointing by the virtue of his calling. He may have a higher anointing and maturity in his life. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരെക്കാൾ അല്പം കൂടെ ഉന്നതമായ ഒരു അഭിഷേകവും ഒരു തെരഞ്ഞെടുപ്പും ഉണ്ടായിരിക്കും. And therefore, അതുകൊണ്ട് we see that there is plurality or elders in the local church, but we see that yet one man has got an anointing which is accepted by others. പ്രാദേശിക സഭയിൽ മൂപ്പന്മാർ ഉണ്ടാകുമെങ്കിൽ കൂടെയും ഒരു വ്യക്തിക്ക് മറ്റുള്ളവർ അംഗീകരിക്കത്തക്കവണ്ണമുള്ള ഒരു അഭിഷേകം പ്രത്യേകമായി അദ്ദേഹത്തെ അവർക്ക് അല്ലെങ്കിൽ വ്യത്യസ്തപ്പെട്ട് കാണിക്കുന്നത്. And that is the reason I have put it like this. Otherwise we can put it together as elders here. അതുകൊണ്ടാണ് ഇങ്ങനെ എത്തിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് മൂപ്പന്മാർ തന്നെയാണ്. So when we look at the local church at the outset we see elders, it's a plurality. പ്രാദേശിക സഭയെ നോക്കിക്കൂടെ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് മൂപ്പന്മാരെന്നാണ്. Yeah, they are the leaders in the local church. അവരാണ് പ്രാദേശിക സഭയുടെ നേതൃത്വത്തിലിരിക്കുന്നതായി. And when we look at the New Testament, പുതിയ നിയമത്തെ നമ്മൾ നോക്കുമ്പോൾ we never see one elder coming from a Bible college. ഒരൊറ്റ ഒരു മൂപ്പൻ പോലും ബൈബിൾ കോളേജിൽ നിന്ന് ഇത് കാണാൻ പറ്റുകയില്ല. You will never see in the Bible. വേദം ഒരിക്കലും കാണാൻ പറ്റില്ല. Okay? You have the book of Acts, you read it and see. You can write me letters to that. അപ്പോസ്തലപ്രവൃത്തികളുണ്ട്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട്. Now turn with me in the book of Acts. അപ്പോസ്തല പ്രവൃത്തികൾ The book of Acts. Chapter 14. 14-ാം അധ്യായം Verse 21, 22. 21. And when they had preached the gospel to the city and had taught many, they returned again to Lystra and Iconium and Antioch. Yeah. Yeah, so here we read that after having preached in many places, they returned back to Lystra, Iconium, Antioch and other places. മറ്റു പല സ്ഥലങ്ങളും സുവിശേഷം അറിയിച്ചതിന് ശേഷം അവർ ലുസ്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. Verse 23. 21-ാമത്തെ വാക്യത്തിൽ, And when they had ordained them elders in every church. അവർ സഭ തോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും Elders in every church. സഭ തോറും മൂപ്പന്മാരെ ആക്കി. Praise the Lord. Now listen carefully. It's something very important and the Lord wants to reveal this to you. Okay? It is contrary to what we see today in the spiritual world. ഇന്നത്തെ ആത്മീയ ലോകത്തിൽ നമ്മൾ കാണുന്നത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. Now what happened? എന്താ സംഭവിക്കുന്നത്? Paul and Barnabas started their first missionary journey. Listen carefully. പൗലോസും ബന്ധവാസങ്ങളുടെ അവരുടെ ആദ്യത്തെ മിഷണറി യാത്ര ആരംഭിച്ചു. So they went to Lystra, they went to Iconium, they went to Derbe and many places like that. അവര് ലുസ്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്നീ പല സ്ഥലങ്ങളിൽ അവർ പോയി. So in all these places they preached the gospel. ഈ സ്ഥലങ്ങളിലെല്ലാം അവര് സുവിശേഷം പ്രസംഗിച്ചു. Many people committed their lives to the Lord and they were baptized. അനേകർ അവരുടെ ജീവിതം യേശുവിലേക്ക് സമർപ്പിച്ച് അവർ സ്നാനപ്പെട്ടു. And some places they were stoned by the people. ചില സ്ഥലങ്ങളിൽ അവരെ ജനം കല്ലെറിഞ്ഞു. And a lot of persecution came upon them. അവരുടെ ജീവിതത്തിലൊക്കെ അനേക വിധത്തിലുള്ള കഷ്ടങ്ങൾ നടന്നു. And so they left them and Paul and Barnabas traveled to other places. അതുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ വിറ്റ് അടുത്ത സ്ഥലങ്ങളിലേക്ക് പൗലോസ് ബന്ധവാസം പോയി. So what happened? എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, On their way back, അവര് മടങ്ങി വന്നപ്പോൾ the Holy Spirit told them, പൗലോസിനോടൊക്കെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, Paul, പൗലോസേ, please go back to these places.
ഈ സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ തിരിച്ചു പോകണം. So they came back to the places. അവർ വീണ്ടും തിരിച്ച് അവരുടെ And when they came, അവർ വന്നപ്പോൾ the scripture says in verse 23, 23-ാമത്തെ വാക്യത്തെ പറയുന്നത്, and when they had ordained them elders in every church. അവർ സഭ തോറും അവർക്ക് മൂപ്പന്മാരെ നിയമിച്ചു. ഈ മൂപ്പന്മാരെ എവിടുന്നാ വന്നേ? Now listen carefully. ശ്രദ്ധിച്ചു കേൾക്കുക. Listen very carefully, because we have been wrongly taught, not the scriptural way. നമ്മളെ പലപ്പോഴും തെറ്റായിട്ടാണ് And പഠിപ്പിച്ചിരിക്കുന്നത്. therefore people tell me, അവർ ആൾക്കാർ പറയാറുണ്ട്, brother, please send us a leader from Delhi. ഞങ്ങൾക്കൊരു ലീഡറെ ഡൽഹിയിൽ നിന്ന് അയക്കണം. Listen carefully. ശ്രദ്ധിച്ചു കേൾക്കുക. What did Paul and Barnabas do here? എന്താണ് പൗലോസും ബർന്നബാസും ഇവിടെ ചെയ്തത്? Lystra, Iconium, and Antioch, and all these places. There are many other places. ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്നിങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും So what they did, അവരെന്താ ചെയ്തത്? they appointed elders in every local church. എല്ലാ പ്രാദേശിക സഭയിൽ അവർക്ക് മൂപ്പന്മാരെ ആക്കി വെച്ചു കൊടുക്കും. Praise the Lord. Glory. Hallelujah. From where did they come? ഈ മൂപ്പന്മാർ എവിടുന്നാ വന്നിട്ടുള്ളത്? Not from the Bible college. From the local. Praise the Lord. പ്രാദേശിക സഭയിൽ നിന്നാണ്. They came up from the local church. ഇവര് പ്രാദേശിക സഭയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. Today we see that pastors are produced in factories. Praise God. ഇന്ന് Superman. പാസ്റ്റർമാരെ Every 3 years Superman comes out. That is not there in the Bible. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. Praise the Lord for it. Amen. The Bible says here. വേദപുസ്തകം പറയുന്നത്, Now let me ask you one question. ഒരു ചോദ്യം ഞാൻ Now ചോദിച്ചു. suppose this is Lystra. I'm taking a very good example here. Now this is Lystra. ഇത് ലുസ്രയാണെന്ന് വിചാരിക്കുക. This is Lystra. ഇത് ലുസ്രയാണ്. And Paul and Barnabas came. Suppose. Paulos Don't and stone us, please. Then what happened is, we began to preach the gospel. ഞാനൊരു സുവിശേഷം പ്രസംഗിച്ചെന്ന് വിചാരിക്കുക. And there were a lot of problems. We left the place and went. പല പ്രശ്നങ്ങളുണ്ടായി, സ്ഥലം വിട്ടിയാണ് And പോവുകയാണ്. while coming back, തിരിച്ചു വന്നപ്പോ the Lord said, go back in August to to Lystra again. ഓഗസ്റ്റ് നീ തിരിച്ച ലിസ്രയിലേക്ക് വീണ്ടും പോകണമെന്ന് പറഞ്ഞു. So Paul and Barnabas came there. അതുകൊണ്ട് പൗലോസും ബർന്നബാസും വന്ന് Then the Lord says, അവര് ലോകത്താൽ പറഞ്ഞു, appoint elders there. മൂപ്പന്മാരെ നിയമിക്കാൻ പറഞ്ഞു. Now what happens? Listen carefully. Very important for you. വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് ശ്രദ്ധിക്കണം, Now മനസ്സിലാക്കണം. they have never heard the gospel before. ഇതിനു മുമ്പ് ഇവര് സുവിശേഷം കേട്ടിട്ടില്ലെന്ന് ഓർക്കണം. They all were able to hear the gospel and they all got saved that same day. Amen? എല്ലാവരും ഒരേ ദിവസം സുവിശേഷം കേട്ടു. എല്ലാവരും രക്ഷിക്കപ്പെടുന്നു ഒരേ ദിവസം. ഈ സഹോദരന്മാരെല്ലാവരും സുവിശേഷം കേട്ടത് ഒരേ ദിവസം. ഒരേ ദിവസം അവർ രക്ഷിക്കപ്പെട്ടത് ഒരേ ദിവസം. What happened? എന്താ സംഭവിക്കുന്നത്? The apostle Paul says, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, the Lord told him to ordain elders. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി മൂപ്പന്മാരെ നിയമിക്കണം. Ordain elders. മൂപ്പന്മാരെ നിയമിക്കണം. Now suppose ഉദാഹരണമായിട്ട് this brother is appointed elder. ഈ സഹോദരനെ മൂപ്പനായി നിയമിച്ചെന്ന് വിചാരിക്കുക. Then one brother says, അപ്പോഴത്തേക്ക് സഹോദരൻ പറയാണ്, Paul, പൗലോസേ, how can you appoint him as an elder? അവരെ എങ്ങനെ അപ്പൊ മൂപ്പനായി നിയമിക്കാൻ He പറ്റില്ല? also accepted the Lord the same day I accepted. ഞാൻ രക്ഷിക്കപ്പെട്ട അതേ ദിവസം അവൻ രക്ഷിക്കപ്പെട്ടത്. What is that grace that you are making him an elder? എന്താണ് അവനെ അപ്പോ പിന്നെ മൂപ്പനാക്കാനൊക്കെ വലുതായിട്ട് അവർ കണ്ടിട്ടുള്ളത്? They could not ask Paul that question. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം അവിടെ ഉയർന്നിട്ടേ ഇല്ല. Now what is the reason? എന്താ കാരണം അറിയാമോ? They know that they have to subject to the headship of the Lord Jesus Christ. അവർക്കെല്ലാവർക്കും മനസ്സിലായിരുന്നു അവരെ പൂർണ്ണമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് പൂർണ്ണമായി ഏൽപ്പിച്ചു. So the local elders in a local church were appointed by God's ordained ministries, and they were not sent from any company or any seminary. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന പുതിയ നിയമ സഭകളിലൊക്കെ മൂപ്പന്മാരെ നിയമിച്ചത് സഭകളിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ നിന്നോ സെമിനാരിയിൽ നിന്നല്ല. Do you understand the truth? സത്യം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ടോ അല്ലേ? അത് ക്ഷീണിച്ചു നിർത്താം. So we see it very clearly. നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. The local leaders were raised up in the local churches. പ്രാദേശിക നേതൃത്വം എന്ന് പറയുന്നത് പ്രാദേശിക സഭയിൽ നിന്ന്. But the beautiful thing we can see in the Bible, the local elders were under the father ministry of the Apostle Paul. എന്നാൽ ഈ പ്രാദേശിക സഭയിലെ നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്
അപ്പോസ്തലനായ പൗലോസിന്റെ പിതൃത്വത്തിന് അവരതിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളവരായിരുന്നു. Praise the Lord. That's what we see in the Bible. അതാണ് വേദത്തിൽ കാണുന്നത്. Not to a president of an organization ഒരു സംഘടനയുടെ പ്രസിഡന്റിനല്ല അവർ ഏൽപ്പിച്ചു or കൊടുത്തത്. not to the state overseer. സ്റ്റേറ്റ് ഓവർസിനെ ഇലക്ട്രിസിറ്റി അല്ല, സ്റ്റേറ്റ് ഓവർസിനെ അല്ല, പിന്നെ അവർക്ക് സ്റ്റേറ്റ് ഓവർസിയർക്കല്ല അവർ കീഴ്പ്പെടുത്തി കൊടുത്തത്. But they were under God's divine order. Okay? അവരെല്ലാം ദൈവത്തിന്റെ ദൈവിക വ്യവസ്ഥയ്ക്കാണ്. Now why I am sharing these things with you? ഇതെന്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അറിയാമോ? That no bulls will come and try to devour you. That's right. നമ്മുടെ ഒരു ചെന്നായും കടന്നു വന്ന് വെളിയിൽ കളയാൻ പാടില്ല. There are many bulls today around us. ഇന്ന് നമ്മുടെ ചുറ്റുപാട് അനേക ചെന്നായ്ക്കളുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഭാഷ അയക്കാമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും. We have to be very careful. Praise the Lord. Hallelujah. That's why I'm telling you. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. So you read through the whole New Testament, you never see in one local church just one man doing everything. It's plurality, it's plurality, it's plurality. Amen? ഒരു വ്യക്തി മാത്രം പ്രാദേശിക സഭയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തതായിട്ട് കാണുന്നില്ല. പിന്നെയോ ബഹുത്വ ശുശ്രൂഷയാണ് കൊടുക്കുന്നത്. And so God, the Lord Jesus Christ, the head, appoints elders in the local assembly. Amen. The Lord, yeah. കർത്താവ് അതുകൊണ്ട് പ്രാദേശിക സഭയില് മൂപ്പന്മാരെ നിയമിക്കുന്ന നമുക്ക് കാണാൻ Now സാധിക്കും. turn with me quickly, and with this I would like to close. Yeah. ഇതോടെ അവസാനിപ്പിക്കുന്നത് Acts chapter 20, it's a very important thing for us to know. 20-ാമത്തെ അധ്യായം Yeah. Acts chapter 20 and verse 17. 17-ാമത്തെ വാക്യം മിലത്തോസിൽ നിന്നാണ്. Beloved, let us love one another. For love is of God, and everyone that loveth is born of God, and knoweth God. He that loveth not, knoweth not God, for God is love. Beloved, let us love one another. Beloved, let us love one another. For love is of God, and everyone that loveth is born of God,